ഭൂമിക്കടിയിലെ ആഴങ്ങളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്കയുടെ ബഹിരാകാശ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്. ആരെങ്കിലും അതിനടുത്തെത്തിയാൽ അവരെ തകർക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ആകാംക്ഷയുടെ മുൾമുനയിൽ ലോകത്തെ നിർത്തിയിരിക്കുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക ഷെറിൻ അറ്റ്കിസണുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട അദ്ദേഹം ഇറാന്റെ തന്ത്രപ്രധാനമായ 70% കേന്ദ്രങ്ങളും ഇതിനകം തകർത്തു കഴിഞ്ഞെന്നും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയതിനെ അമേരിക്കയുടെ പുതിയ നീക്കമായി ലോകം ഉറ്റുനോക്കുന്നു. എന്നാൽ ഈ തീവ്ര നിലപാടിനിടെ ഒരു ട്വിസ്റ്റ് പോലെ മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഇറാൻ ഒരു പുതിയ സമാധാന കരാറിന്റെ കരട് സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ മുന്നണികളിലും ഉടനടി യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകുക, അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധവും നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ തിരികെ നൽകി എണ്ണ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ US മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ മറുപടി തികച്ചും അസ്വീകാര്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇത് ഇനിയും അനുവദിക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം വായിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, തികച്ചും അസ്വീകാര്യമാണ്. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഉപരോധങ്ങൾ പിൻവലിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ തള്ളിക്കളഞ്ഞ് ഇറാനും അമേരിക്ക നടത്തുന്ന ഏത് പുതിയ ആക്രമണ ശ്രമത്തിനും മറുപടി നൽകുമെന്നും ഹോർമൂസ് കടലിടുക്ക് വഴി മറ്റ് വിദേശ കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ ശത്രുക്കൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല. സമാധാന ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കീഴടങ്ങിയെന്നോ പിൻവാങ്ങിയെന്നോ അല്ല, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ എക്സിൽ കുറിച്ചു. എന്തായാലും ഇറാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇറാന്റെ ഈ കരാറുകളിലെ നിർദ്ദേശങ്ങൾ അമേരിക്കയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്ന ഒരു നേരമുണ്ടാകില്ല എന്ന് വേണം പറയാൻ. ഇറാന്റെ പ്രാദേശിക സുരക്ഷയും ഹോർമൂസ് വഴിയുള്ള നീക്കത്തിലെ ചർച്ചയും ആകാമെന്നും ആണവ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തള്ളുകയായിരുന്നു.